നേതാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരൻ ശ്രീമാൻ ജോജി കെ അലക്സാണ്ടർ. മാർച്ച് സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. ആരെയും തെറി പറയാനല്ലോ, ആരെയും തെറി പറയാനല്ലോ, അധികാരത്തിൽ കയറാനല്ലോ. കുട്ടികളത്തെ കുടുംബമൊത്ത്, കുട്ടികളത്തെ കുടുംബമൊത്ത് ഭയപ്പെടാതെ ജീവിക്കാൻ, ഭയപ്പെടാതെ ജീവിക്കാൻ, മനുഷ്യരെ പോലെ ജീവിക്കാൻ, മനുഷ്യരെ പോലെ ജീവിക്കാൻ. അതിനാണ് ഈ സമരം, അതിനാണ് ഈ സമരം. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, പ്രജാ മാർച്ച് സിന്ദാബാദ്, പ്രജാ മാർച്ച് സിന്ദാബാദ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണുന്നു, അവരുടെ തോക്കിന് മുന്നിലൂടെ നടക്കുന്നു. കടുവ ക്ഷീണൻ ഭരണത്തിൽ, പിണറായിയുടെ ഭരണത്തിൽ ആനക്കടുവ കാട്ടുപന്നി, ആനക്കൊല്ലും പുള്ളിപ്പുലിയും നാട്ടിൽ താണ്ഡവമാടുമ്പോൾ, നാട്ടിൽ താണ്ഡവമാടുമ്പോൾ കണ്ണു തുറക്കൂ സർക്കാരെ, കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ അധികാരികളെ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധ മാർച്ച് സിന്ദാബാദ്, ധർണാ സമരം സിന്ദാബാദ്. ആരെയും തെറി പറയാനല്ല, അധികാരത്തിൽ കയറാനല്ല, ഭരണം മട്ടിമറിക്കാനല്ല, ജനിച്ചു വീണ ഈ മണ്ണിൽ കുട്ടികളത്തെ കുടുംബമൊത്ത് പോലീസുകാരും ഈ വനം വകുപ്പിനെ കാവൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം, നിങ്ങളൊക്കെ ശമ്പളം പറ്റുന്നത് 2025 മാർച്ച് മാസം വരെയുള്ള 9 വർഷക്കാലയളവിൽ കേരളത്തിൽ വന്യമൃഗ ആക്രമണം മൂലം മന്ത്രിയുമായിട്ട് സംസാരിക്കണം. സംസാരിച്ചു കഴിഞ്ഞ് അത്തരത്തിലുള്ള വേട്ടക്കാരുണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവരണം. അത്തരത്തിലുള്ള ഒരു നടപടിയുമില്ല. ഇന്ന് ഞാൻ പറയുന്നതിൽ പ്രയാസം തോന്നരുത്. ഇന്ന് കടുവ വേട്ട എന്ന് പറയുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. അവരതിന് ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. അവർക്ക് ആഘോഷമാകാൻ, ജനങ്ങൾക്ക് ഇത് പ്രയാസവും മനസ്സിൽ ആശങ്കയുമാണ്. നമുക്ക് കൊച്ചുകുട്ടികൾ മദ്രസ പോകുന്നവർ, സ്കൂളിൽ പോകുന്നവർ, അതുപോലെ മറ്റാവശ്യങ്ങൾക്ക് പോകുന്നവർ ഏത് സമയത്താണ് കടുവ ചാടി വീഴുന്നത് എന്നറിയില്ല എന്ന് നമുക്കറിയാം. ഞാൻ ഇതേ ഭാഷയിൽ അന്ന് നിയമസഭയിൽ പറഞ്ഞു. രാവിലെ എസ്റ്റേറ്റിൽ പോകുന്നവര്, അതിരാവിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവര്, ജോലിക്ക് വേണ്ടി പോകുന്നവര് പടക്കം എറിഞ്ഞ് ആണ് മുന്നോട്ട് പോകുന്നത്. അവരൊക്കെ ആശങ്കയിലാണ്. എപ്പോഴാണ് കടുവ ചാടി വീഴുന്നത് അറിയില്ല എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. അതുപോലെ 2 മാസം കഴിഞ്ഞില്ല, ആ കടുവയാൽ തന്നെ നമ്മുടെ അബ്ദുൽ ഗഫൂർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ ഗുരുതരമായ വീഴ്ച. ഞാൻ പറയട്ടെ, വെടിവെച്ചു എന്ന് പറയുന്നു. എന്ത് വെടിയാണ് വനം വകുപ്പ് വെച്ചത് എന്നെനിക്കറിയില്ല. വനം വകുപ്പ് ഏത് രീതിയിലാണ് വെടിവെച്ചതെന്നറിയില്ല. പുലിയെ പിടിച്ചപ്പോഴും എന്തായിരുന്നു ഗവൺമെന്റിന്റെ സ്ഥിതി ഇവിടെ പറഞ്ഞല്ലോ. പുലിയെ പിടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് 2 തവണ മന്ത്രിയെ വിളിക്കേണ്ടി വന്നു. കാരണം തൃക്കലങ്കോട് മഞ്ചേരി നഗരസഭയുടെ തൊട്ടടുത്ത് വെച്ചാണ് തൃക്കലങ്കോട് വെച്ച് പുലിയെ പിടിച്ചത്, ഒരു 3 മാസം മുമ്പ്. ആ പുലിയെ പിടിച്ചു കഴിഞ്ഞ് നേരെ കൊണ്ടുപോയത് നെടുങ്കയം ഫോറസ്റ്റിലേക്കാണ്. അവിടെയാണ് തുറന്നു വിട്ടത്. നമുക്കറിയാം, ഇപ്പോൾ കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കയറി. അതേത് പുലിയാണെന്നും നമുക്കറിയില്ല. ആ പുലിയെയും നേരെ കൊണ്ടുപോയിട്ട് നെടുങ്കയത്ത് വിടാൻ തീരുമാനിച്ചായിരുന്നു. ഞാൻ 2 തവണ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിയോടും പറഞ്ഞു, ഇത് അപകടമാണ്. നെടുങ്കയം ഫോറസ്റ്റ് എന്ന് പറയുന്നത്
ഇവിടെ കാളികാവും ചോക്കാടും കരുവാരകുണ്ടുമൊക്കെ വനമേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേവലം 10-25 കിലോമീറ്റർ മാത്രമാണ് ആ ഫോറസ്റ്റിലേക്കുള്ള ദൂരം. കഴിഞ്ഞില്ല. ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരം ബന്ധപ്പെടുമ്പോ എനിക്ക് തരുന്ന അവധി 2 ദിവസമാണ്. കടം വാങ്ങിക്കാൻ കാശ് കൊടുക്കാത്തവരും 2 ദിവസം കൊണ്ട് തരാന്ന് പറയുന്ന പോലെയാണ് എന്റെ അടുത്ത് ഉദ്യോഗസ്ഥന്മാർ 2 ദിവസം കൊണ്ട് ഞങ്ങൾ പിടിച്ചിരിക്കും. ഏതാണ്ട് ഞങ്ങൾ ചുറ്റുവട്ടത്തുണ്ട്. എത്ര 2 ദിവസങ്ങൾ കഴിഞ്ഞു? ആ 2 ദിവസങ്ങൾ കൂടി 52 ദിവസമായി. ഇതുവരെ കടുവയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ജനങ്ങൾ ഇന്ന് പ്രയാസത്തിലാണ്. പല രീതിയിലുള്ള പ്രയാസമാണ്. നമുക്കറിയാം, വന്യമൃഗ ശല്യങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ ആക്രമിക്കുന്ന ഒരു ഭാഗത്ത്, കൃഷിനാശം എന്ന് പറയുന്നത് എത്രമാത്രം വലിയ നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം മുമ്പ് കാലവർഷം വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെടുതികൾ ഉണ്ടാകുമ്പോഴാണ് പ്രയാസം ഉണ്ടായിരുന്നത്. ഇന്നതല്ല. ഇന്ന് ഓരോ കൃഷിയും കണ്ണിലെ കൃഷ്ണമണി പോലെ ഇന്ന് കർഷകൻ കാത്തു സൂക്ഷിക്കേണ്ട സ്ഥിതിയാണ്. ഈ കടുവയെ പിടിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ആദ്യം മുതൽ തന്നെ ശക്തമായ നിലപാടെടുത്തിരുന്നെങ്കിൽ, അതല്ല എങ്കിൽ ഇതിന്റെ പരിധി വെച്ച് മുന്നോട്ട് പോയിട്ടും വനം വകുപ്പിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇന്നും മറ്റ് നടപടിക്രമങ്ങളുണ്ട്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പരിശോധിച്ചു. ഇത്തരം ഒരു വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു ഗൗരവവും അദ്ദേഹം കാണിക്കുന്നില്ല. മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഇവിടെ സൂചിപ്പിച്ചാൽ ഒട്ടനവധി ജീവനുകൾ. നമുക്ക് വയനാട്ടിലെ കാര്യം പറയേണ്ട, നമുക്ക് ഇടുക്കിയിലെ കാര്യം പറയേണ്ട, പാലക്കാട്ടെ കാര്യം പറയേണ്ട, നമുക്ക് ചോക്കാടിലെ കാര്യം പറയാൻ കഴിയും, നമുക്ക് കരുവാരകുണ്ടിലെ കാര്യം പറയാൻ കഴിയും, തൊട്ടടുത്ത് നിലമ്പൂരിലെ കാര്യം പറയാൻ കഴിയും. അവിടെയൊക്കെ മരിച്ചു വീണ കൊല ചെയ്യപ്പെട്ട വന്യമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ പേരും മുഖവും നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട്. അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്ന് നടക്കുന്ന സാഹചര്യമാണ്. ഇവിടെ സൂചിപ്പിച്ച് കാണും, കടുവയെ പിടിക്കുന്നതിന് വേണ്ടി വെച്ച കൂട്ടിൽ പുലി കയറി എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വാസമല്ല, ആശങ്ക കൂടുകയാണ്. കടുവ മാത്രമല്ല, പുലി കൂടി നാട്ടിൽ നടക്കുന്നു എന്ന ഒരു സാഹചര്യം നമ്മൾ തിരിച്ചറിയുകയാണ്.